എനിക്ക് ആകെ ഉള്ളത് എന്റെ സേഫ്റ്റിക്ക് വേണ്ടി ലൈസൻസ് ഉള്ളൊരു ഗണ്ണാ. ആ ഗണ്ണും ബുള്ളറ്റ്സും ഞാൻ എന്റെ വീട്ടിലാ സൂക്ഷിച്ചിരിക്കുന്നത്. അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ ഇപ്പൊ തന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നില് സബ്മിറ്റ് ചെയ്യാം. എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് ഒരു അപേക്ഷയുള്ളൂ. പറയൂ. എന്റെ വളർത്തുമകള് കൂടിയായ ഋതിക പാവം കുട്ടിയാ. ഋതികയ്ക്ക് അവളുടെ അച്ഛനെ ഒരുപാട് ഇഷ്ടോ. അവൾ ഇങ്ങനെ ചെയ്യുന്നൊരാളേ അല്ല. ദയവായി അവളെ വെറുതെ വിടണോന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുക. അംബികവർമ്മയ്ക്ക് പോകാം. Your Honor, this is a very heinous murder case. The investigation is in a crucial stage, so we request judicial custody of the accused. സാഹചര്യ തെളിവുകളെല്ലാം ഋതിക വർമ്മയ്ക്ക് എതിരാണ്. ഫിംഗർ പ്രിന്റ്, പോലീസ് ഡോഗ്, പ്രതിയെ കണ്ടുപിടിച്ച രീതി തുടങ്ങിയ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഋതിക വർമ്മയ്ക്ക് മാക്സിമം ശിക്ഷ നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുകയാണ്. അച്ഛന്റെ അധികാരം, സൂര്യമംഗലത്തെ രാജകുമാരി എന്നുള്ള ഭാവം, ഇതൊക്കെ കൊണ്ട് അഹങ്കരിച്ച് ഋതിക വർമ്മയ്ക്ക് വിധിക്കുന്ന ശിക്ഷ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവും. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന്റെ ശിക്ഷ ഞാനെന്തിനു അനുഭവിക്കണം? ഞാൻ ജനങ്ങളെ കൊന്നിട്ടില്ല. ഇതിന്റെ ശത്രുക്കളും ചില പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നുണ്ടാക്കിയ ഒരു ഗൂഢാലോചനയാ. ഡിഫൻസ്. യെസ് യുവർ ഓണർ. പ്രതിയെന്ന് ആരോപിക്കപ്പെട്ടിരിക്കുന്ന എന്റെ കക്ഷി ഋതികയ്ക്ക് യാതൊരുവിധ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. നിലവിലൊരു പെറ്റി കേസ് പോലും ഇല്ല. ഇതൊരു ചതിയാണ്, കോൺസ്പിറസിയാണ്. പ്രതിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്കൊരല്പ സമയം കൂടി തരണം. The accused is innocent. Considering the seriousness of the offense and the stage of investigation, bail is rejected. The accused is remanded to judicial custody for 14 days. പ്രതിയെന്ന് സംശയിക്കുന്ന ഋതിക വർമ്മയെ ഈ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡിൽ വെക്കാൻ ഉത്തരവായിരിക്കും. അങ്ങനെ അവളകത്തായി. ദൈവമേ, നിനക്ക് നന്ദി. കോടതിയുടെ ഈ വിധിയിൽ എന്താണ് പറയാനുള്ളത്? മാഡം ആരെയും കൊന്നിട്ടില്ല, ഇതൊരു ചതിയാണെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ ഒന്നും പറയാനില്ലേ മാഡം? മാഡം, ഇതിന്റെ പിന്നിൽ ആരുടെയൊക്കെയോ കൈകളുണ്ടെന്നല്ലേ മാഡം പറയുന്നത്? മാഡം, അത് സത്യമാണോ മാഡം? ഞാൻ ഈ കാഴ്ചയൊന്ന് കാണാൻ എത്ര നേർച്ച നേർന്നോ. ഭഗവാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വിഷമിക്കില്ലേ രാജു? എനിക്കൊരു വിഷമമില്ല. കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ.
എല്ലാം ദൈവത്തിന്റെ കളികളാ. ദൈവത്തിന്റെ കളികളൊന്നുമല്ല. ദൈവത്തെ വെറുതെ വിട്ടേക്ക്. ഇതൊക്കെ ചില മനുഷ്യരുടെ കളികളാ. എന്താടാ കോടതി വിളിപ്പിച്ച് ചൊറിയാൻ വരുന്നേ? തന്നെ ഞാൻ ചൊറിയല്ല, അരിഞ്ഞു കൂട്ടും. രാജു വേണ്ട, ഇത് കോടതി മുറ്റ. ഋതു ധൈര്യത്തോടെ പൊക്കോ. ചതിക്കപ്പെട്ടതാ, തൽക്കാലം അത് ക്ഷമിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഋതുവിന് ഉറപ്പ് തരാ, എന്ത് വില കൊടുത്തും എന്റെ ഋതുവിനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കും. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും. എനിക്കൊരു പേടിയില്ല രാജു. ഇതിനെ നേരിടാൻ ഞാൻ തയ്യാറാ. കാരണം ഞാൻ പ്രതാപവർമ്മയുടെ മകളാ. പക്ഷെ ഒരൊറ്റ ദുഃഖമുള്ള രാജു. രാജു അടുത്തില്ലാത്ത ദുഃഖം. ഋതു വിഷമിക്കണ്ട. ആ സബ് ജയിലില് എന്റെ ഋതുവിനെ ഞാൻ അധിക ദിവസം കടത്തില്ല. ഞാൻ പുറത്തു കൊണ്ടുവരും. അച്ഛനോടും വേണുങ്ങളോടും രാധമ്മയോടും ഒക്കെ വിഷമിക്കരുതെന്ന് പറയണം. ഞാൻ പോയിട്ട് വരാം രാജു. സംസാരിച്ചാ മതിയടാ. നീ 14 ദിവസം കഴിഞ്ഞ് സംസാരിക്കാം. എന്റെ ഭാര്യ 14 ദിവസം സബ് ജയിലിൽ കഴിഞ്ഞ നിന്റെ 16 അടിയന്തരം നടത്തോടെ ഞാൻ പിടിച്ച് കയറ്റവിടെ.